ഹലോ. അങ്ങനെ എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ സന്ധ്യസമയമാണ്. കുഞ്ഞുഞ്ഞു ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അവനെ കഴിക്കാനായിട്ടും ആക്കി കൊടുത്ത് അവനെ റെഡിയായിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ പോയിട്ടൊന്ന് തൊഴണം കേട്ടോ. അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുവാണേ. വർഷത്തിലെ ഏറ്റവും അധികം ഉത്സവം നടക്കുന്ന ഒരു അപൂർവ അമ്പലമാട്ടോ ഇത്. അതിൽ ഏറ്റവും മെയിനായിട്ട് വൃശ്ചികോത്സവമാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. അതെല്ലാം ക്രോസ് ചെയ്തതാ നമ്മൾ അമ്പലത്തിൻ്റെ ഏരിയയിലേക്ക് ഇരിക്കുന്നത് കേട്ടോ. അച്ഛനാണെങ്കിൽ അവനെ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല തിരക്കാണ്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപാര തിരക്കാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതൊന്ന് പോയി പങ്കെടുക്കാതെ പറ്റില്ല. ബജിക്കടകൾ, ബലൂൺകാർ, പിന്നെ എന്താ ജിമിക്കൊക്കെ കൊണ്ട് നടക്കുന്ന കുറേ കച്ചവടക്കാർ, പിന്നെ മറ്റേ മൈലാഞ്ചി കയ്യിൽ അച്ച് കുത്തി മഷിയടിക്കുന്ന കുറച്ച് ടീംസ്, പൊരിക്കട, ഇതൊക്കെ എന്താ ഭയങ്കര ഒരു വൈബ് തന്നെ കേട്ടോ. ഉത്സവം എന്ന് കേൾക്കുന്നതേ നമുക്കൊരു വൈബാണ്, എന്നാലും ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഇത് നമ്മുടെ കൊച്ചിയുടെ ദേശീയ ദേവനാട്ടോ. സന്താനമൂർത്തിയായിട്ടാണ് ഇവിടെ വിഷ്ണുവിനെ ആരാധിക്കപ്പെടുന്നത്. വൈകുണ്ഠത്തിലേതുപോലെ പൂർണ്ണതയുള്ളൊരു ഈശ്വര രൂപമായതുകൊണ്ടാട്ടോ പൂർണ്ണത്ര ഈശൻ എന്ന പേര് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു. എന്തായാലും കുറേ നേരം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടുള്ളത് ഭയങ്കര ആനകളുടെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വൃശ്ചികോത്സവത്തിൽ ശരിക്കും ഒരു 40ഓളം ആനകൾ വരെ പങ്കെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ടാണ് എന്തായാലും ഇവനുമായിട്ട് പോയത്. പക്ഷെ ഞങ്ങൾ പോയി സമയം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ലായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും അതൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും പോയി സ്ഥിതിക്ക് എല്ലായിടവും ഒന്ന് രണ്ട് തവണയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് നടന്നു. ഞങ്ങൾ ബജിയൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം ഇതെൻ്റെ ഒരു എളിയ ശ്രമമാണ് കേട്ടോ. യൂട്യൂബ് ചാനലിന് വേണ്ടി വീഡിയോസ് എടുക്കാനായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോസ് കാണുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ മഴക്കിട്ട് പോകുമായിരിക്കും.